കൊറേ നേരമായില്ലേ നമ്മളെല്ലാരും കാത്തുക്കണു. ആരും കാണാനല്ലോ. ഇനിയിപ്പോ ആരും വരൂലേ? വരാൻ ടൈം ആവണല്ലേ ഉള്ളൂ മോളെ. 10 മണി ആയിട്ടുള്ളേ. നമ്മൾ പരിപാടി 11 മണിക്കെന്നല്ലേ പറഞ്ഞീന്ന്. അതാവും എല്ലാരും താമസിച്ച് വരാൻ നിക്കണേ. അതിന് എല്ലാവർക്കും രാവിലെ ചായയും കടിയൊക്കെ തിന്നണ്ടേ? രാവിലെ തന്നെ ഇങ്ങോട്ട് പോരിക. ഈ പെണ്ണിനൊരു അന്തമല്ല അമ്മേ. അന്തല്ലാത്ത അണക്കേ കേട്ടോ. ഇക്കൊന്നല്ല അന്തല്ലാത്ത കേട്ടോ. ഇന്ന് നിങ്ങളുടെ രണ്ടാളും ബർത്ത്ഡേ ആയിട്ട് ഒന്ന് നിങ്ങൾ രണ്ടാളും തല്ലൂടുക. ഓരോ കാരണം കിട്ടോ നോക്കാൻ്റെ രമേ. അതെന്നെ ഏട്ടാ പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടാളും ഭയങ്കര വഴക്കാ ദിവസം. നോക്കിയൊക്കെ ഈ അച്ഛന് എന്റെ ഡ്രസ്സിന്റെ കളർ ഷർട്ടാട്ടിക്കണത്. അതെന്താ അച്ഛൻ എന്റെ കളർ ഗ്രീൻ ഇടായിരുന്നു? അതെങ്ങനെ ശരിയാവാ മോളെ? രണ്ടാളും ഗ്രീൻ ഇട്ട് കഴിഞ്ഞാല് ലച്ചുവിന്റെ കളർ ഇടാൻ ആരും ഉണ്ടാവില്ലല്ലോ. അന്റെ കളർ അമ്മ ഇട്ടിട്ടില്ലേ? അത് പോരെ? അത് പറ്റൂല. എനിക്ക് രണ്ടാളും എന്റെ കളർ ഡ്രസ്സിന്റെ കളർ ഗ്രീൻ ആണ്. തമ്പുരു, നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അമ്മ ഇട്ടിട്ടില്ല നിന്റെ കളറ്, അപ്പൊ അവളുടെ കളർ അച്ചിട്ടു. അതിനെന്താ പ്രശ്നം? എന്താ? ഇന്ന് നിങ്ങളുടെ രണ്ടാളെയും ബർത്ത്ഡേ ആണ്. അവിടെ രണ്ടാളും തല്ലി പിടിച്ചാൽ ഇന്ന് കേക്ക് മുറി പരിപാടി ഒന്നും ഉണ്ടാക്കൂല. അടങ്ങിയിരുന്ന നമുക്ക് കേക്ക് മുറിച്ച് പരിപാടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ അയച്ചിടി നമുക്ക് റൂമിൽ പോയിരിക്കാം. ഇത് നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഏട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചുണ്ടാക്കിയപ്പോൾ പോലും രണ്ടാളും തല്ലിപിടുത്താ. എന്നാലും അവളുടെ ഡ്രസ്സ് നോക്ക്. അവളുടെ ഡ്രസ്സ് കാണാൻ എന്റെ ഡ്രസ്സിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആ ഡ്രസ്സ് മതിയായിരുന്നു. നീ തന്നെയല്ലേ ഈ ഡ്രസ്സ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്നത്? അപ്പൊ കണ്ണാടിന്റെ മുമ്പിൽ നോക്കിയപ്പോ ഇതായിരുന്നു രസം. പക്ഷെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയപ്പോ നിന്റെ ഡ്രസ്സാ കാണാൻ രസം. അപ്പൊ ഈ സമ്മതിച്ചില്ല എന്റെ ഡ്രസ്സാ രസം? അത് മതി മോളെ. കണ്ട അമ്മേ, അവള് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണേ. എന്തോന്ന് ലച്ചു ഇത്? എന്നെങ്കിലും നിങ്ങളുടെ തല്ലുകൂടലൊന്ന് നിർത്തിയേക്കും. ഞാൻ നിർത്തി വെച്ചിക്കണമ്മേ. ഞാനൊന്നിനുമില്ലേ. എന്നാലും എന്റെ ഡ്രസ്സിന്റെ കളർ അമ്മ ഇട്ടിട്ടുണ്ടല്ലോ. അമ്മനെ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമ്മന്റെ മുടിമ്മ എന്റെ ഡ്രസ്സിന്റെ കളർ റിബൺ ഇട്ടിക്കുന്നത്. അമ്മക്ക് എന്നാലും എന്നോടാ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടല്ലേ ഗ്രീന് റിബൺ ഒഴിവാക്കിയിട്ട് അമ്മ റോസ് റിബൺ ഇട്ടത്. പാവട്ടോ, അമ്മക്ക് നിന്നോട് ഒരു ഇഷ്ടമല്ല. നോക്കമ്മേ അവള് പറയണ. അമ്മ അതുകൊണ്ടാണോ റോസ് റിബൺ ഇട്ടേ? അല്ലടി മോളെ, ഇതിക്ക് രസം റോസായിരുന്നു, അതാ റോസ് ഇട്ടെ. പിന്നെ അച്ഛന്റെ ഷർട്ടോ റോസല്ലേ, അപ്പൊ എന്തേലും ഒന്ന് മാച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടത്. അതുകൊണ്ടല്ലേ നല്ല രസം തന്നെ കാണാന്. അത് ശരിയാ. ഗ്രീൻ ഇട്ടിക്കണമെങ്കിൽ ആരും നേരെ ശ്രദ്ധിക്കൂല. ഇതാവുമ്പോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്നാലും വേണ്ടായിരുന്നു അമ്മേ. അത് സാരല്ലടി മോളെ, അടുത്ത ബർത്ത്ഡേക്ക് മോളുടെ കളറ് ഡ്രസ്സും ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ ഒരേപോലെ ഇടാട്ടോ. ലച്ചുവിനെ അമ്മക്ക് വേറെ കളറ് ഇട്ടുകൊടുക്കാട്ടോ. ഓൾക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ ഇവിടെ ഉണ്ടാവുക നടന്നേനെ. ലച്ചു, നീ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആൾക്കാർ വരാൻ ടൈം ആയിക്കണു. ഇനി വെറുതെ കരഞ്ഞാല് ആ പൗഡറും ലിപ്സ്റ്റിക് ഇട്ടതും ഇട്ടൊക്കെ പോവും. പിന്നെ കാണാൻ രസം ഉണ്ടാവില്ല. എന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി ആൾക്കാർ വരുമ്പോ കരഞ്ഞ ആ കണ്ണോണ്ട് പൗഡറൊക്കെ പോയിട്ടുണ്ടാവും ഒലിച്ചിട്ട്. അപ്പൊ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. എന്നാലും അമ്മക്ക് എന്നോട് ഇഷ്ടം. അച്ഛനും നോക്കാം, അച്ഛനും എന്നെ ഇഷ്ടം. ലച്ചുവെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. മര്യാദക്കെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവും. എനിക്ക് ഓഫീസ് ഉണ്ടായിട്ട് ഞാൻ അത് ലീവാക്കിയിട്ട് അവിടെ നിൽക്കണത്. ആ മോളെ, വരാൻ ടൈം ആയിക്കണു. എല്ലാരും വരുന്നുണ്ടാവും. കേക്ക് ഒക്കെ കൊണ്ടുവരൂലേ? ആ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൊണ്ടുണ്ടാവും ഇപ്പോ. ഹായ്, ഇനി നമുക്ക് കേക്ക് മുറിക്കാലേ? ഹായ്, ഇന്ന് എന്റെ ബർത്ത്ഡേ. നിന്റെ മാത്രമൊന്നല്ലല്ലോ, എന്റെയും കൂടി ബർത്ത്ഡേ അല്ലേ. ഞാനും കേക്ക് മുറിക്കുമല്ലോ. നിങ്ങൾക്ക് രണ്ടാക്കും ഒപ്പം കേക്ക് മുറിക്കാട്ടോ. എങ്ങനത്തെ കളർ കേക്കാ പറഞ്ഞിക്കണമ്മേ? ഗ്രീനും റോസും പറഞ്ഞിട്ടുണ്ട്, രണ്ടും വരും. ആണോ അമ്മേ? ജോളി. ഇന്ന് നല്ല രസം ഉണ്ടാവില്ലേ? അച്ഛമ്മയും എല്ലാരും വരുന്ന്. നല്ല രസം ഉണ്ടാവും. അമ്മനൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ഇന്ന് അമ്മ എല്ലാരും വരും, നാത്തൂനും എല്ലാരും വരുന്നുണ്ടാവും. വരട്ടെ, നമുക്ക് കാണാം.